നമസ്കാരം. ഇന്ന് ഉത്തരായനത്തിലെ ശനിയാഴ്ചയാണ്. ശനിയുടെ അപഹാരമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ശനി ദശയിലുള്ളവരും ഏഴാണ്ട് ശനിയിലുള്ളവരും അഷ്ടമ ശനിയിലുള്ളവരും ഒക്കെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം അങ്ങനെയുള്ളവർ കറുത്ത വസ്ത്രം അല്ലെങ്കിൽ നീല വസ്ത്രം ധരിക്കുക. രാവിലെ എള്ളെണ്ണ തേച്ച് കുളിക്കുക. എന്നിട്ട് അമ്പലത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കുക. ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി നീരാഞ്ജനം കഴിപ്പിക്കുക. അവിടെ നവഗ്രഹങ്ങളുണ്ടെങ്കിൽ ശനിയുടെ മുൻപേയും ഒരു വിളക്ക് കത്തിക്കുക. എള്ളെണ്ണയുള്ള ഒരു വിളക്ക് കത്തിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ശനിദേവൻ്റെ നേരെ ഫ്രണ്ടിൽ ചെന്നതൊന്നും തൊഴരുത്. അതുമാത്രമല്ല, ശനിയുടെ കണ്ണുകളിലേക്ക് ഒരിക്കലും നിങ്ങൾ നോക്കരുത്. പിന്നെ ഈ ദിവസം ഉച്ചയ്ക്ക് പച്ചരി ആഹാരം കഴിക്കുക. പറ്റുമെങ്കിൽ കാക്കയ്ക്ക് ആഹാരമോ വെള്ളമോ കൊടുക്കുക. അത് ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക. എന്താണ് ഈ ശനി ഇത്ര കഠിനമായിട്ട് നിൽക്കുന്നത്? ചിലർക്ക് വളരെ കഠിനമായിരിക്കും. നല്ല സ്ഥാനത്തല്ലെങ്കിൽ ശനിയുടെ അപഹാരം അല്ലെങ്കിൽ ശനിയുടെ ദശ വല്ലാത്ത കഷ്ടപ്പാടുകളുണ്ടാക്കും. എന്തുകൊണ്ടായിരിക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗുരുവിനെ പോലെ നമ്മളെ പരീക്ഷിക്കുകയാണ്. പരീക്ഷിക്കപ്പെടുന്ന ഒരു ദശാകാലമാണ് ശനിയുടേത്. ആ സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുകയും നല്ലത് മാത്രം ചെയ്യുകയും ഒരു അനീതിപരമായിട്ടുള്ള ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ശനി നിങ്ങൾക്ക് നല്ലത് തരും. അതേസമയം നിങ്ങളുടെ മനസ്സിൽ ദുഷ്ടചിന്തകൾ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശനി നിങ്ങളെ വല്ലാതെ നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യും. അഹങ്കാരം, ശനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അഹങ്കാരം, അഹന്ത എവിടെ വരുന്നു അവിടെ ശനി നിങ്ങളെ ആഞ്ഞടിക്കും. ശനി മന്ദരീതിയിൽ നടക്കുന്നവനാണ്. അതായത് ശനിയുടെ ഒരു കാലിന് ചെറിയൊരു ഒടിവുണ്ട്. അതുകൊണ്ട് മന്ദരീതിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ശനിക്ക് ചുറ്റും ഉപഗ്രഹങ്ങളുണ്ട്. ശനി ബാധിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യന് ശനി നല്ലതും കൊടുക്കും, അല്ലെങ്കിൽ ശനി വളരെയധികം പീഡനവും നൽകും. കാരണം എന്താണ്? അവൻ്റെ മനസ്സിൻ്റെ ഇല്ലെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൻ്റെ അനുസരിച്ചിരിക്കും ശനി നൽകുന്ന ഗുണങ്ങൾ. നിങ്ങളുടെ മനസ്സിലുള്ള അഹന്ത, അസൂയ, അമർഷം, അതുപോലെ തന്നെ ഞാനെന്ന ഭാവം, അതുപോലെ തന്നെ മത്സരിക്കാൻ വളരെ അപക്വമായ മത്സരം അല്ലെങ്കിൽ അനാരോഗ്യമായിട്ടുള്ള മത്സരം, ഇത്തരം കാര്യങ്ങൾ ശനിദശയിൽ ഉപേക്ഷിക്കുക. എള്ള് ദാനം ചെയ്യുക. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്താലും ശനിയുടെ ദോഷം കുറേയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. ഇനി അയ്യോ എനിക്ക് ശനി പിടിച്ച്, ഏഴനാണ്ട് ശനി പിടിച്ച്, അല്ലെങ്കിൽ അഷ്ടമത്തിൽ ശനി പിടിച്ച്, കണ്ടക ശനി പിടിച്ച് എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ, അതൊക്കെ വെറുതെയാണ്. കുറേയൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ തോന്നലുകൾ കാണാം. ഈ ശനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് മീഡിയകളിൽ കൂടെയും അല്ലാതെയും വളരെയധികം ജ്യോത്സ്യന്മാർ നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അവർ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസങ്ങളും പേടികളും നിങ്ങളുടെ മനസ്സിനകത്തേക്ക് ഇട്ട് തരുന്നുണ്ട്. അവരീ പേടിപ്പിക്കുമ്പോൾ നിങ്ങളത് കേട്ടിട്ട് അയ്യോ എനിക്കാകെ പ്രശ്നമാണ് എന്നുള്ള ആ നെഗറ്റീവ് ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശനി നിങ്ങളെ വിടില്ല. ശനി വളരെ പ്യുവറായിട്ടുള്ള മനസ്സുള്ള ഒരാളാണ്. ശനി പരീക്ഷണങ്ങളിൽ കൂടെ നിങ്ങളെ ഒരു അഗ്നിപരീക്ഷണങ്ങളിൽ കൂടെ നിങ്ങളെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ വിമലീകരിച്ചെടുക്കുകയാണ് ശനിയുടെ ആ ഒരു കർമ്മം എന്ന് പറയുന്നത്. ശനിയെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുമാത്രമല്ല, ശനിയാഴ്ച ദിവസങ്ങളിൽ ധർമ്മശാസ്താവിനെ നിങ്ങൾ നന്നായിട്ട് ധ്യാനിക്കുക. ഇനി നിങ്ങൾക്ക് വേറെ മതത്തിൽപ്പെട്ടവരായിരിക്കാം, അവരവരുടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. മറ്റുള്ളവരെ ദൂഷ്യമുണ്ടാക്കുന്ന ഒരു രീതിയിലും നിങ്ങളുടെ കർമ്മങ്ങൾ ഉണ്ടാകാതിരിക്കുക. അങ്ങനെയാവുമ്പോൾ നിങ്ങളുടെ ദശാകാലവും അതുപോലെ ദശാസന്ധി ഉണ്ടെങ്കിലും ഒക്കെ അത് മാറിപ്പോവും. കണ്ടകശനി ആരെയും കൊണ്ടുപോകില്ല, കുറേ കഷ്ടപ്പാടുകളുണ്ടാക്കും. പക്ഷേ അത് നിങ്ങളെങ്ങനെ അവിടെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളതിനെ എങ്ങനെ തരണം ചെയ്യുന്നു എന്നറിയാനാണ് ശനിയുടെ ആ കളി. അതുകൊണ്ട് നിങ്ങൾ ശനീശ്വരനെ പേടിക്കേണ്ട കാര്യമില്ല. ശനിയെ വളരെ സന്തോഷത്തോടുകൂടി ഭയഭക്തിയോടുകൂടി നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നന്മയുള്ളവനായി ഇരിക്കുക.
ഈ ലോകത്ത് നമ്മുടെ ഹിന്ദു പുരാണപ്രകാരം ശിവഭഗവാനെയും ഹനുമാനെയും പോലും ശനി ഒരു ദശയിൽ ബന്ധിച്ചിട്ടുണ്ട്. അതായത് ശനി ബന്ധിക്കാത്ത നിത്യബ്രഹ്മചാരിയായിരുന്നു ഹനുമാൻ. പക്ഷേ ലങ്കയിൽ പോയപ്പോൾ ലങ്കയിൽ ശനിയെ പേടിക്കാതെ തൻ്റെ വാല് മടക്കി സിംഹാസനമുണ്ടാക്കി അഹങ്കാരത്തോടെ ഇരിക്കുന്ന ആ ഹനുമാൻ്റെ വാലിൽ തീ പിടിച്ചത് അത് ശനി കാരണമാണ്. ശനിദശയിൽ ശ്രീ മഹാദേവൻ വളരെയധികം ഭിക്ഷയാചിക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വന്നു. ഭഗവാനാണ് ആദി ഗുരുവും ആദി ദേവനുമായ ഭഗവാൻ. അദ്ദേഹത്തെ പോലും ശനി വെറുതെ വിട്ടില്ല. ആരെ ശനി വെറുതെ വിടും? ശനി പരീക്ഷണങ്ങളിൽ കൂടെ കടത്തി വിട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു പരീക്ഷണശാലയാണ് ശനിദശ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ വിജയിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി കൊണ്ടും നിങ്ങളുടെ മനസ്സിൻ്റെ നൈർമല്യം കൊണ്ടും നിങ്ങളവിടെ വിജയിക്കുക. ഇല്ലാതെ നിങ്ങൾ ആവശ്യമില്ലാതെ വാരിക്കോരി കൊടുക്കുകയും ആവശ്യമില്ലാതെ ജ്യോത്സ്യന്മാർക്ക് കൊടുക്കുകയും ആവശ്യമില്ലാതെ കാണുന്ന പൂജകളും മന്ത്രങ്ങളും ഒക്കെ ചെയ്യുകയും ഒന്നും ചെയ്യേണ്ട. ഒരു ചെറിയ നീരാഞ്ജനം കഴിപ്പിക്കുക ഓരോ ശനിയാഴ്ചയും, പറ്റുമെങ്കിൽ ഒരു ബുധനാഴ്ചയും. അങ്ങനെ മാത്രം ശനിയുടെ അപഹാരത്തിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം മുക്തി ലഭിക്കും. ശനി ഒരിക്കലും ദോഷകാരകനല്ല, നിങ്ങളെ പരീക്ഷിക്കുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ പരീക്ഷിച്ച് നൈർമല്യത്തിലേക്ക് നയിക്കുന്ന ഒരു അഗ്നിസ്രോതസ്സാണ് ശനി.